നാം എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു നല്ല കലാകാരനാണ് ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസാണ് നമ്മുടെ ഈ പാഠഭാഗം ആരംഭിക്കുന്നതിന് മുൻപായി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. അത് നമുക്കിപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. മുझे बारिश में चलना पसंद है, मेरे आंसू जो नहीं देख पाता है कोई. മുझे എനിക്ക്, ബാരിഷ് മേം മഴയിൽ, ചലന പസന്ത് ഹെ നടക്കാനാണ് ഇഷ്ടം, എനിക്ക് മഴയിൽ നടക്കാനാണ് ഇഷ്ടം. മേരെ ആസു എൻ്റെ കണ്ണുനീർ, ജോ നെഹി ദേഖ് പാത്താ ഹെ കോയി കാണാൻ ആർക്കും കഴിയില്ലല്ലോ എന്ന് വെച്ചാൽ ചാർലി ചാപ്ലിൻ്റെ ആ ഒരു വരിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാം. മറ്റുള്ളവരെ ചിരിപ്പിച്ചും ആ ചിരിപ്പിക്കുന്നതിനിടയിലൂടെ പോലും പല പ്രധാനപ്പെട്ട കാര്യങ്ങളും പഠിപ്പിച്ചും മുന്നേറിയ കലാകാരനാണ് ചാർലി ചാപ്ലിൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം അത്ര സന്തോഷം നിറഞ്ഞതായിരുന്നില്ല. രോഗിയായ അമ്മയും ആൽക്കഹോളിക്കായ പിതാവും, ശരിയായ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത അവസ്ഥയും, ഇതിനെയെല്ലാം ആ മനുഷ്യൻ തരണം ചെയ്ത് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന ഒരാളായി മാറി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്റ്റേജ് ഷോകൾ ചെയ്യാൻ തുടങ്ങിയ ആളാണ് ചാർലി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഷോ പോലും ഒരു സങ്കടകരമായ അവസ്ഥയെ വളരെ ധൈര്യത്തോടെ നേരിടുന്ന പ്രവണത അദ്ദേഹത്തിനുണ്ട് എന്ന് കാണിക്കുന്നതായിരുന്നു. ആ സംഭവം നടന്നതാകട്ടെ അദ്ദേഹത്തിൻ്റെ 5ാമത്തെ വയസ്സിലും. വെറും 5 വയസ്സുള്ളപ്പോൾ തൻ്റെ രോഗിയായ അമ്മയ്ക്കു പകരം സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത് ആളുകളെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത മിടുക്കനായ ആ കുട്ടിയുടെ കഥ നമുക്കിപ്പോൾ വായിക്കാം. ചാർലിയുടെ അമ്മ തിയേറ്ററുകളിൽ പാട്ടുപാടാൻ പോകുമായിരുന്നു. പലപ്പോഴും ബാലനായ ചാർലിയെയും അവർ തങ്ങളോടൊപ്പം കൊണ്ടുപോകുമായിരുന്നു. ഇനി നമുക്ക് ഈ പാഠഭാഗം വായിക്കാം. ഗാത്തെ ഗാത്തെ അചാനക് മാँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. പാടി പാടി പെട്ടെന്ന് അമ്മയുടെ ശബ്ദം പതറി നേർത്ത് പുലമ്പലായി മാറിപ്പോയി. ഗാത്തെ ഗാത്തെ പാടി പാടി, അചാനക് പെട്ടെന്ന്, മാँ की ആവാസ് അമ്മയുടെ ശബ്ദം, ഫട്കർ ആവാസ് ഫഡ്ന എന്ന് പറഞ്ഞാൽ ശബ്ദം ഇടറുക എന്നാണ് അർത്ഥം. അപ്പോൾ ശബ്ദം ഇടറി. ഫുസ്ഫുസാഹട്ട് എന്ന് വെച്ചാൽ നേർത്ത ശബ്ദത്തിൽ പറയുക എന്നാണ് അർത്ഥം. ഇനി തബ്ദീൽ, തബ്ദീൽ ഹോന എന്ന പ്രയോഗത്തിന് മാറുക എന്നാണ് അർത്ഥം. ലോഗോങ്കോ ലഗാക്കി, ലോഗോ, ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾ, പീപ്പിൾ. ലോഗോങ്കോ ലഗാക്കി ആളുകൾക്ക് തോന്നിയത് എന്തെന്നാൽ മൈക്ക് മേം മൈക്കിൽ, കുച്ച് ഗരാബി ആ ഗയി ഹെ എന്തോ കുഴപ്പം വന്നിട്ടുണ്ട്. അതായത് ആളുകൾക്ക് തോന്നിയത് മൈക്കിന് എന്തോ കുഴപ്പം വന്നിട്ടുണ്ട് എന്നാണ്. പർ എന്നാൽ, ഫുസ്ഫുസാഹട്ട് ജാരി ഥി നേർത്ത ശബ്ദത്തിൽ പറയുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ജാരി ഹോന എന്ന പ്രയോഗത്തിന് തുടരുക എന്നാണ് അർത്ഥം. ലോഗ് ചില്ലാനെ ലഗെ, ചില്ലാന എന്ന് വെച്ചാൽ ബഹളം വയ്ക്കുക, ആളുകൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. കഹീ സേ കുച്ച് ലോഗ് മ്യാവു മ്യാവു കി ആവാസ് നിക്കാൽനെ ലഗെ എവിടെ നിന്നോ ആളുകൾ മ്യാവു മ്യാവു എന്ന ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. കഹീ സേ എവിടെ നിന്നോ, കുച്ച് ലോഗ് കുറച്ച് ആളുകൾ, മ്യാവു മ്യാവു കി ആവാസ് മ്യാവു മ്യാവു എന്ന ശബ്ദം നിക്കാൽനെ ലഗെ പുറപ്പെടുവിക്കുവാൻ തുടങ്ങി. इस अभद्र शोर ने माँ को स्टेज से हटने को मजबूर कर दिया. അഭദ്ര എന്ന വാക്കിന് അശുഭകരമായ എന്ന അർത്ഥമാണ്. ഇസ് അഭദ്ര ഷോർ ഈ അശുഭകരമായ ശബ്ദം. ഇസ് അഭദ്ര ഷോറിനെ മാംകോ അമ്മയെ, സ്റ്റേജ് സേ സ്റ്റേജിൽ നിന്ന്, ഹട്നേക്കോ മാറുന്നതിന്, മസ്ബൂർ കർദിയ നിർബന്ധിതയാക്കി. ഈ അശുഭകരമായ ശബ്ദം അമ്മയെ സ്റ്റേജിൽ നിന്നും മാറുന്നതിന് നിർബന്ധിതയാക്കി. അതായത് അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്നും മാറിപ്പോകേണ്ടി വന്നു. ചാർലിക്കോ വഹ് അക്സർ അപ്നെ സാത്ത് തിയേറ്റർ ലേ ജാത്തി ഥി. ചാർലിക്കോ ചാർലിയെ, വഹ്
വഹ് എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മയെയാണ്. അമ്മ അക്സർ മിക്കവാറും, അപ്നെ സാത്ത് തൻ്റെ ഒപ്പം, തിയേറ്റർ ലേ ജാത്തി തി തിയേറ്ററിൽ കൊണ്ടുപോകുമായിരുന്നു. ഉസ് ദിൻ ഭി पर्दे के पीछे गड़ा व आवाज़ के तमाशे को देख रहा था. उस दिन भी ആ ദിവസവും പർദ്ദേക്കെ പീച്ചെ, പർദ എന്ന് പറഞ്ഞാൽ കർട്ടൻ, പർദ്ദേക്കെ പീച്ചെ കർട്ടൻ്റെ പുറകിൽ നിന്ന്, ഗഡ നിന്ന്, വഹ് അവൻ, ആവാസ് കെ തമാശെ ശബ്ദത്തിൻ്റെ തമാശകൾ, ആവാസ് കെ തമാശേക്കോ ശബ്ദത്തിൻ്റെ തമാശകളെ, ദേഖ് രഹാദ നോക്കി നിൽക്കുകയായിരുന്നു. മാം ഔർ മാനേജർ മേം ബഹസ് ഹോത്തെ ദേഖ് വഹ് വഹാ ഗയ. ബഹസ് കർണ എന്ന് വെച്ചാൽ തർക്കിക്കുക എന്നാണ് അർത്ഥം. അമ്മയും മാനേജറും തമ്മിലുള്ള തർക്കം കേട്ട് അവൻ അങ്ങോട്ട് പോയി. മാം ഔർ മാനേജർ അമ്മയും മാനേജറും, മാം ഔർ മാനേജർ മേം ബഹസ് ഹോത്തെ ദേഖ് അമ്മയും മാനേജറും തമ്മിൽ തർക്കിക്കുന്നത് കണ്ടുകൊണ്ട്, വഹ് വഹാങ്കയ അവൻ അങ്ങോട്ട് പോയി. വഹാം അങ്ങോട്ട് എന്നുള്ള അർത്ഥമാണ്. വഹ് എന്ന് ഉദ്ദേശിക്കുന്നത് അവൻ. മാനേജറിനെ ചാർലിക്കോ മാങ് കെ കുച്ച് ദോസ്തോ കെ സാമനെ അഭിനയ് കർത്തെ ദേഖാ ഥാ. ചാർലി അവൻ്റെ അമ്മയുടെ കൂട്ടുകാരുടെ അടുത്ത് അഭിനയിക്കുന്നത് മാനേജർ കണ്ടിട്ടുണ്ടായിരുന്നു. ചാർലിക്കോ ചാർലിയെ, മാം കെ കുച്ച് ദോസ്തോ അമ്മയുടെ കുറച്ച് കൂട്ടുകാരുടെ, മാം കെ കുച്ച് ദോസ്തോ കെ സാമനെ അമ്മയുടെ കുറച്ച് കൂട്ടുകാരുടെ അടുത്ത്, അഭിനയ് കർത്തെ ദേഖാത അഭിനയിക്കുന്നത് കണ്ടിരുന്നു. ആരാണ് കണ്ടത്? മാനേജറെ കണ്ടിരുന്നു. और वह उसे स्टेज पर भेजने की जिद करने लगा. वह उसे അയാൾ അവനെ, സ്റ്റേജ് പർ ഭേജ്നെ കി സ്റ്റേജിലേക്ക് പറഞ്ഞയക്കാൻ, സ്റ്റേജ് പർ സ്റ്റേജിൽ എന്നുള്ള അർത്ഥമാണ്. സ്റ്റേജ് പർ ഭേജ്നെ കി അയക്കാൻ, സിദ് കർണേ ലഗ സിദ് കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അയാൾ അവനെ സ്റ്റേജിലേക്ക് വിടാൻ നിർബന്ധിച്ചു. മാം ഡർ ഗയി അമ്മ പേടിച്ചുപോയി. 5 साल का बच्चा इस उग्र भीड़ को झेल पाएगा. 5 വയസ്സുള്ള ഈ കുട്ടി ഈ വലിയ ആൾക്കൂട്ടത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. 5 साल का बच्चा 5 വയസ്സുള്ള ആൺകുട്ടി, ഇസ് ഉഗ്ര ഭീഡ് കോ ഈ വലിയ, ഭീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൂട്ടം, ഈ വലിയ ആൾക്കൂട്ടത്തെ, ഭീഡ് കോ ആൾക്കൂട്ടത്തെ, ജയിൽ പായക ജയിൽന എന്ന് വെച്ചാൽ സഹിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ 5 വയസ്സുള്ള ഈ ആൺകുട്ടി ഈ വലിയ ആൾക്കൂട്ടത്തെ സഹിക്കേണ്ടി വരുമെന്നാണ് അമ്മ ഭയന്നത്. ബഹുത് മുബാഹിസ കെ ബാദ് വഹ് അന്തത് ചാർലി കോ സ്റ്റേജ് പർ ലേ ഗയ. മുബാഹിസ് എന്ന് വെച്ചാൽ വാദപ്രതിവാദം, അതായത് ബഹുത് മുബാഹിസ കേസ് ബാദ് ഒരുപാട് വാദപ്രതിവാദങ്ങൾക്ക് ശേഷം, കെ ബാദ് ശേഷം, വഹ് അയാൾ, അന്തത് അവസാനം, ചാർലി കോ ചാർലിയെ, സ്റ്റേജ് പർ ലേഗയ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. ഔർ ബച്ചാവ് കെ കുച്ച് ശബ്ദ് കഹ് ഉസെ അഖേല ചോട് ആയ. ബച്ചാവ് കെ കുച്ച് ശബ്ദ് കഹ് രക്ഷപ്പെടാനായി എന്തൊക്കെയോ പറഞ്ഞ്, ബച്ചാവ് എന്ന് പറഞ്ഞാൽ രക്ഷ, ഉസേ അവനെ, അക്കേല ഒറ്റയ്ക്ക്, ചോട് ആയ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോന്നു. ധുയേങ്കെ ഉട്ടെ ഹുए छल्लों के बीच चार्ली ने मशहूर गीत जैक जॉन्स गाना शुरू किया. ധുയേങ്കെ ഉട്ടെ ഹുए പുക കൊണ്ട് പറക്കുന്ന, ഛല്ലോങ്കെ ബീച്ച് ഛല്ല എന്ന് വെച്ചാൽ ഗോളാകൃതിയിലുള്ള വസ്തു, ഉരുണ്ട വസ്തു, ഛല്ലോങ്കെ ബീച്ച് ഉരുണ്ട വസ്തുക്കളുടെ ഇടയിൽ, ചാർലീനെ ചാർലി, മഷ്ഹൂർ ഗീത് പ്രസിദ്ധമായ പാട്ട്, ജാക്ക് ജോൺസ് ഗാന ശുരുക്കിയ പുക കൊണ്ട് പറക്കുന്ന ഉരുണ്ട വസ്തുക്കളുടെ നടുക്ക് ചാർലി പ്രസിദ്ധമായ ജാക്ക് ജോൺസ് പാട്ട്
പാടാൻ തുടങ്ങി. കുച്ച് ദേർ തക്, കുറച്ച് നേരത്തേക്ക്, കുറച്ച് നേരം വരെ. ഓർക്കസ്ട്ര വാലെ, ഓർക്കസ്ട്രയുടെ ആളുകൾ. ഉസ്കി ആവാസ് മേം, അവൻ്റെ സ്വരത്തിൽ. ഉസ് ഗാനെ കി ധുൻ, ആ പാട്ടിൻ്റെ ഈണം അല്ലെങ്കിൽ ട്യൂൺ. ധുൻ എന്ന് പറഞ്ഞാൽ ഈണം. തലാശ്തേ രഹെ, തലാശ്ന എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക. അവർ അവൻ്റെ സ്വരത്തിൽ ആ പാട്ടിൻ്റെ ട്യൂൺ സെർച്ച് ചെയ്യുകയായിരുന്നു. ഔർ വഹ് ജൈസേ ഹി മിലി ഗാന സജ്നെ ലഗ, അവർക്ക് അത് കിട്ടിയപ്പോൾ പാട്ട് ആകർഷകമായി, വളരെ അട്രാക്റ്റീവായിട്ട് ആ ഒരു സെഷൻ മാറി. ഗാന അഭി ആധാ ഹി ഹുവാ ഥാ കി സ്റ്റേജ് पर पैसों की ബൗഛാർ ശുരു ഹോ ഗയി. പാട്ട് പകുതിയായപ്പോഴേക്കും സ്റ്റേജിൽ നിറയെ പൈസ വന്നു തുടങ്ങി. ഗാന അഭി ആധാ ഹി ഹുവാ ഥാ കി, പാട്ട് പകുതി ആയപ്പോഴേക്കും. ആധ എന്ന വാക്കിൻ്റെ അർത്ഥം പകുതി, ഹാഫ് എന്നാണ്. അഭി ആധാ ഹി ഹുവാ ഥാ കി, ഇപ്പോൾ പകുതി ആയപ്പോൾ തന്നെ, പകുതി ആയപ്പോഴേക്കും എന്നുള്ള അർത്ഥമാണ്. സ്റ്റേജ് പർ, സ്റ്റേജിൽ. പൈസോം കി ബോഛാർ, പൈസയുടെ വർഷം അല്ലെങ്കിൽ പൈസ എറിഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതിക്കാണ് അവിടെ പറയുന്നത്. പൈസോം കി ബോഛാർ, പൈസ ഇങ്ങനെ അങ്ങോട്ട് ഒരുപാട് ഇട്ടു തുടങ്ങി. ശുരു ഹോ ഗയി, സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അർത്ഥമാണ്. ചാർലീനെ ഗാന രോക് ദിയ ഔർ, ചാർലി പാട്ട് നിർത്തി. ഗാന രോക് ദിയ എന്ന് പറഞ്ഞാൽ പാട്ട് നിർത്തി എന്നാണ് അർത്ഥം. ഔർ, അപ്പോൾ അവൻ പാട്ട് നിർത്തിയിട്ട് എന്ത് ചെയ്തു? ഘോഷണ കീ പഹലെ മേം യെ പൈസേ ബടോറൂങ്ക ഔർ ഉസ്കെ ബാദ് ഹി ഗാവുങ്ക. ഘോഷണ കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൗൺസ് ചെയ്യുക. അപ്പോൾ ഘോഷണ കീ അവൻ എന്താണ് അനൗൺസ് ചെയ്തതെന്ന് വെച്ചാൽ പെഹലെ മേം, ആദ്യം ഞാൻ, യേ പൈസേ, ഈ പൈസകൾ, ബഡോരൂങ്ക, ബഡോർന എന്ന വാക്കിൻ്റെ അർത്ഥം കളക്ട് ചെയ്യുക എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ പൈസകൾ കളക്ട് ചെയ്യട്ടെ എന്നാണ് അവൻ പറയുന്നത്. അതിൻ്റെ ഒപ്പം അവൻ എന്നാ പറഞ്ഞത്? ഔർ ഉസ്കെ ബാദ് ഹി ഗാവുങ്ക, അതിന് ശേഷമേ പാടുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇസ് ബാത്നെ, ഈ കാര്യം, ബാത്ത് എന്ന് പറഞ്ഞാൽ കാര്യം. ഹോൾക്കോ, ഹോളിനെ. ഹാസിഗർ, ഹസ്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ചിരിക്കുക എന്നാണ് അർത്ഥം. ഘർ, വീട്. അപ്പോൾ ഹാസിഗർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിരിയുടെ ഒരു വീട് അല്ലെങ്കിൽ ചിരിയുടെ ഒരു ഹോള്. ഹാസി ഘർ മേം തബ്ദീൽ കർദിയ, തബ്ദീൽ കർണ എന്ന് പറഞ്ഞാൽ മാറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം, ചാർലി പാട്ട് പെട്ടെന്ന് നിർത്തി പൈസ എടുത്തിട്ട് ഇനി പാടുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് ആ ഹോളിനെ ഒരു ചിരിയുടെ ഹോളാക്കി മാറ്റി എന്നാണ് പറയുന്നത്. തബ് തക് മാനേജർ एक रूमाल लेकर आया और पैसे बटोरने लगा. തബ് തക്, അപ്പോഴേക്കും, മാനേജർ, एक रूमाल, ഒരു ടവൽ, ലേക്കറായ, എടുത്തുകൊണ്ടുവന്നു, ഔർ എന്നിട്ടോ എന്താ ചെയ്തത്? പൈസെ ബഡോർനെ ലഗ. ബഡോർന എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, കളക്ട് ചെയ്യുക എന്നാണ് അർത്ഥം. അതായത് മാനേജർ ഒരു ടവൽ എടുത്തുകൊണ്ട് വന്ന് ഈ ആളുകൾ എറിഞ്ഞു കൊടുത്ത പൈസ കളക്ട് ചെയ്യാൻ തുടങ്ങി. ചാർലിക്കോ ലഗാക്കി, ചാർലിക്ക് തോന്നി, ഫീൽ ചെയ്തു. എന്താണ് തോന്നിയത്? കീ എന്നുള്ള പ്രയോഗം എന്തെന്നാൽ എന്ന അർത്ഥത്തിലാണ്. മാനേജർ ഖുദ് പൈസ രഖ് ലേന ചാത്താ ഹെ, മാനേജർ പൈസ സ്വന്തമാക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചാർലിക്ക് ഫീൽ ചെയ്തു. മാനേജർ ഖുദ് പൈസെ രഖ് ലേന ചാത്താ ഹെ, ഖുദ് സ്വയം എന്നൊക്കെയുള്ള അർത്ഥമാണ്, സെൽഫ്. അപ്പോൾ മാനേജർ അത് സ്വന്തമാക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. രഖ് ലേന ചാത്താഹും, സ്വന്തമാക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ചാർലിക്ക് തോന്നി. ഉസ്നെ യഹ് ബാത് ശിക്കായത്തി ലജ്ജെ മേം ദർശകോं से कह दी. ഉസ്നെ യഹ് ബാത്, അവൻ ഇക്കാര്യം. ശിക്കായത്തി, ശിക്കായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി. ശിക്കായത്തി ലഹ്ജെ, പരാതിയുടെ രീതിയിൽ, അല്ലെങ്കിൽ ലഹ്ജ എന്ന് പറഞ്ഞാൽ സംസാര രീതി എന്നുള്ള അർത്ഥമാണ്. ശിക്കായത്തി ലജ്ജേമേം, പരാതിയുടെ രൂപത്തിൽ. ദർശകോംസെ, ദർശകരോട് അല്ലെങ്കിൽ അവിടെ സ്റ്റേജിൻ്റെ അവിടെ ഇരുന്നവരോട് കഹ്ദി, പറഞ്ഞു. അതായത്
മാനേജർ പൈസ സ്വന്തമാക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവന് തോന്നിയപ്പോൾ അവൻ അതൊരു പരാതിയുടെ രൂപത്തിൽ അവിടെ ഇരുന്ന ഓഡിയൻസിനോട് പറഞ്ഞു. ഹാൻസി തബ് ഓർ ബഡ് ഗയി ജബ്. ചിരി അപ്പോഴേക്കും കൂടി. എപ്പോൾ? അവിടെ കണ്ടോ, തബ് ജബ് എന്നുള്ള പ്രയോഗമാണ്. എപ്പോഴാണോ ചിരി കൂടിയത് അത് ഇപ്പോൾ പറയാൻ പോകുന്നതേ ഉള്ളൂ. रूमाल की पोटली में पैसे बांध बैकस्टेज की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से लग गया. रूमाल की पोटली में ടവലിൻ്റെ പൊതിയിൽ, പൈസെ ബാന്ത് പൈസ പൊതിഞ്ഞ്, ബാക്ക് സ്റ്റേജ് കി ഓർ ബാക്ക് സ്റ്റേജിലേക്ക്, ജാത്തെ മാനേജർ പോകുന്ന മാനേജർ, കെ പീച്ചെ അതായത് അങ്ങോട്ട് പോകുന്ന മാനേജറുടെ പുറകെ, പീച്ചെ പുറകെ പോവുക, കെ പീച്ചെ, ചാർലി വ്യാകുലദാസെ ചാർലി ടെൻഷനോടെ അല്ലെങ്കിൽ വ്യാകുലതയോടെ, ലഗയ പോകുന്നത് കണ്ടപ്പോൾ, അതായത് ടവലിൽ പൈസ എടുത്ത് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന മാനേജറുടെ പുറകെ ടെൻഷൻ അടിച്ച് ഈ കുഞ്ഞു കുട്ടി പോകുന്നത് കണ്ടപ്പോൾ ആ ഹാളിലിരുന്നവരുടെ ചിരി പിന്നെയും കൂടി. जब तक मैनेजर ने वह पोटली माम के हवाले नहीं की वह नहीं लौटा. മാനേജർ ആ പൊതി, ആ കാശിൻ്റെ പൈസയുടെ ആ പൊതി അമ്മയെ ഏൽപ്പിക്കുന്നത് വരെ അവൻ തിരിച്ചു വന്നില്ല. ജബ് തക് എപ്പോൾ വരെ, മാനേജറിനെ വഹ് പോട്ടലി മാനേജർ ആ പൊതി, മാം കെ ഹവാലെ അമ്മയെ ഏൽപ്പിക്കുക, നെഹിക്ക് അമ്മയെ ഏൽപ്പിക്കാതിരുന്നത് അവിടെ അതുവരെ, വഹ് നെഹി ലൗട്ട് അവൻ തിരിച്ചു വന്നില്ല. ചാർലിനെ ജനതാമേം ഗുദ്ഗുദി ഫൈല ദീദി. ചാർലിനെ ജനതാമേം, ചാർലി ജനങ്ങളിൽ. നേ എന്നുള്ള പ്രയോഗം നമ്മൾ ഭൂതകാലം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുമ്പോഴാണ് പ്രയോഗിക്കുന്നത്. പ്രത്യേകിച്ച് മീനിങ് ഇല്ല. ഗുദ്ഗുദി എന്ന് വെച്ചാൽ സന്തോഷം, ആഹ്ലാദം. ഗുദ്ഗുദി ഫൈല കർണ, ഫൈല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫൈല കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപിപ്പിക്കുക. അപ്പോൾ ചാർലി ജനങ്ങളിൽ ആഹ്ലാദം വ്യാപിപ്പിച്ചിരുന്നു. ഉസ്കെ ബാദ് അതിനുശേഷം, ഉസ്നെ അവൻ, ദർശകോംസെ കാണികളോട്, ബാത്ചീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെർസേഷൻ സംസാരം, ബാത്ചീത് കി അവൻ കാണികളോട് സംസാരിച്ചു. നൃത്യക്കിയ, നൃത്യം എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്തു. ഔർ അപ്നി മാം സഹിത് കൈ ഗായകോं की നക്കൽ ഉദാരി. അതുമാത്രമല്ല അവൻ്റെ അമ്മയടക്കം ഒരുപാട് ഗായകരെ അവൻ അനുകരിച്ചു കാണിച്ചു. അപ്നി മാം സഹിത് അവൻ്റെ അമ്മ ഉൾപ്പെടെ, സഹിതം, കൈ ഗായകോं की ഒരുപാട് ഗായകരുടെ, നക്കൽ ഉദാരി എന്ന് പറഞ്ഞാൽ അനുകരിക്കുക, ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ അവൻ അവൻ്റെ അമ്മയടക്കം ഒരുപാട് ഗായകരെ അനുകരിച്ചു കാണിച്ചു. മാസൂമിയത്ത് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത, ഇന്നസെൻസ്. മാസൂമിയത് മേം നിഷ്കളങ്കതയോടെ. ഉസ്നെ അവൻ, ദോഡി ദേർ പെഹലെ കുറച്ചു നേരം മുൻപ്, ദോഡി ദേർ പെഹലെ കുറച്ചു നേരം മുൻപ്, ഫടി മാം കി ആവാസ് തകർന്നു പോയ അമ്മയുടെ സ്വരം, ഔർ ഉസ്കെ ഫുസാനെ കി ഭി നക്കൽ ഉത്താർദി അതായത് കുറച്ചു നേരം മുൻപ് തകർന്നു പോയ അമ്മയുടെ സ്വരവും. ഫുസാന എന്ന് പറഞ്ഞാൽ നേർത്തതായി വരിക അല്ലേ, അതിൻ്റെ ആ നേർത്ത് വന്ന ആ ശബ്ദവുമെല്ലാം അവൻ അനുകരിച്ച് കാണിച്ചു. ലോകോമേം ജനങ്ങളിൽ, ടഹാക്കോങ്കി ടഹാക്ക എന്ന് വെച്ചാൽ പൊട്ടിച്ചിരി എന്നാണ് അർത്ഥം. ടഹാക്കോങ്കി പൊട്ടിച്ചിരികളുടെ. ഹിസ്സേദാരി ഹുയി, ഹിസ്സേദാരി എന്ന് പറഞ്ഞാൽ പങ്കാളിത്തം, പാർട്ട്ണർഷിപ്പ്. അതായത് ആളുകൾ പൊട്ടിച്ചിരിയിൽ പങ്കാളികളായി, അതായത് എല്ലാവരും ഒരുപാട് സന്തോഷത്തോടെ ചിരിച്ചു. ഔർ സ്റ്റേജ് പെർ ജംകർ പൈസെ ബർസെ സ്റ്റേജിലേക്ക് ഒരുമിച്ച് വന്ന് പൈസ വർഷിച്ചു. അവിടെ ജംന എന്ന് വെച്ചാൽ ഒന്നിച്ചു കൂടുക എന്ന അർത്ഥമാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഒന്നിച്ചു കൂടി സ്റ്റേജിലേക്ക് ഒരുപാട് പൈസ ഇട്ടു കൊടുത്തു എന്നാണ് അർത്ഥം. അന്ത് മേം മാം ജബ് ഉസെ ലേനെ ആയി തോ ദർശകോं ने देर तक गड़े होकर तालियां बजाई.
അവസാനം അമ്മ അവനെ വിളിക്കാൻ വന്നപ്പോൾ കാണികൾ കുറേ നേരം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അന്ത് മേം അവസാനം, മാം ജബ് ഉസെ ലേനെ ആയി തോ അവനെ കൊണ്ടുപോകാൻ വന്നപ്പോൾ, ജബ് എപ്പോൾ എന്നുള്ള അർത്ഥമാണ്. ദർശകോംനെ കാണികൾ, ദേർ തക് ഏറെ നേരം, ഗഡേ ഹോക്കർ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, താലിയാം ബജായി കൈ അടിച്ചു. കൈ ലോഗോ ने माम से हाथ मिलाकर उसके छोटे बच्चे की तारीफ की. കൈ ലോഗോനെ ഒരുപാട് ആളുകൾ, മാംസെ ഹാത്ത് മിലാക്കർ അമ്മയ്ക്ക് കൈ കൊടുത്തുകൊണ്ട്, ഉസ്കെ ചോട്ടെ ബച്ചേക്ക് അവളുടെ ചെറിയ കുട്ടിയുടെ, താരീഫ് കി അവരുടെ ചെറിയ കുട്ടിയെ പുകഴ്ത്തി. താരീഫ് കർണ എന്ന വാക്കിന്, ആ ഒരു പ്രയോഗത്തിന് പുകഴ്ത്തുക എന്നാണ് അർത്ഥം. ധാരാളം ആളുകൾ അമ്മയുടെ കൈ പിടിച്ച് അവരുടെ കൊച്ചുകുട്ടിയെ പുകഴ്ത്തി. ചാർലി സ്റ്റേജ് पर पहली बार आया और माम आखिरी बार. ചാർലി സ്റ്റേജ് पर पहली बार आया. ചാർലി സ്റ്റേജിൽ ആദ്യമായി വന്നു. ഔർ മാം ആഖിരി ബാർ അമ്മ അവസാനമായും. അത് അമ്മയുടെ അവസാനത്തെ സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നു, പക്ഷേ ചാർലിയുടെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ദുനിയാക്കെ സബ്സെ ബഡേ ഷോമാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാൻ. കാ യഹ് പെഹ്ല ഷോ ഥ ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാൻ്റെ ആദ്യത്തെ ഷോ ആയിരുന്നു ഇത്. ഉസ്നെ ജന്മ ലേ ലിയാ ഥ അവൻ ജന്മമെടുത്തിരുന്നു. കുഞ്ഞ് ചാർലി ചാപ്ലിൻ്റെ കഥ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാം പ്രശ്നങ്ങളെ നേരിടുമ്പോഴാണ് നാം കൂടുതൽ ശക്തരായിത്തീരുന്നത്. കൂടുതൽ പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്ത് വരുന്തോറും നമ്മളുടെ ഇൻറ്റേർണൽ സ്ട്രെങ്ത്ത് കൂടി വരുന്നു. ഇതൊക്കെ നമുക്ക് ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറ്റം പറഞ്ഞിരിക്കാതെ നമുക്ക് ദൈവം തരുന്ന ഓരോ അവസരവും നന്നായി വിനിയോഗിച്ചാൽ വളരെ നല്ല നിലയിൽ എത്തിച്ചേരാൻ ആകും എന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ്.